നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. എൻ്റെ ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കഥയുടെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം. അമ്മു ആനന്ദിരിക്കുന്ന കസേരയ്ക്ക് അരികിൽ വന്നിരുന്നു. സിസ്റ്റർ, എനിക്ക് എന്തു പറയണമെന്നറിയില്ല, ആനന്ദ് പറയാൻ തുടങ്ങി. ഉടനെ അമ്മു ഇടപെട്ടു. ആനന്ദ്, ആദ്യം സിസ്റ്റർ എന്നുള്ള വിളി നിർത്തൂ. എൻ്റെ പേര് ശാലിനി. ആനന്ദ് ഉദ്യോഗത്തോടെ ചോദിച്ചു. നാട്ടിൽ നിന്ന് എത്ര നാളായി ശാലിനി ഇവിടെ ജോലിയായി വന്നിട്ട്? നാട്ടിൽ ആരൊക്കെയുണ്ട്? ഫാമിലി ഇങ്ങോട്ട് വരാറായോ? ആനന്ദിൻ്റെ ചോദ്യങ്ങൾ കഴിഞ്ഞോ? ഇനി ഞാൻ പറയട്ടെ. ആനന്ദ് ചിന്തിക്കുന്നത് ഈ ലോകത്ത് ഏറ്റവും ദുഃഖം അനുഭവിക്കുന്ന ഒരാൾ താനാണെന്നല്ലേ. എന്നാൽ അങ്ങനെയല്ല എന്നതാണ് വസ്തുത. ഞാൻ മൂവാറ്റുപുഴയിൽ മതകാട് എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ഡൽഹിയിൽ നഴ്സിംഗ് പഠിച്ച് ബോംബെയിൽ ജീവിതം ആരംഭിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ ഹസ്ബൻഡ് മനു എന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഒരാളാണ്. അവൾ ഒരു നിമിഷം വാക്കുകൾ കിട്ടാതെ നിർത്തി. മനസാന്നിധ്യം വീണ്ടെടുത്ത് അമ്മു തുടർന്നു. മനു എന്നെ ഒറ്റയ്ക്കാക്കി പോയി. അങ്ങനെ ഞാൻ 6 മാസം മുമ്പ് ജോലി കിട്ടി ഇവിടെ എത്തിയതാണ്. അമ്മു അനന്തതയിലേക്ക് നോക്കിയിരുന്നു. മനു ശാലിനിയെ ഇട്ടിട്ട് എങ്ങോട്ട് പോയി? ആനന്ദ് അക്ഷമയോട് ചോദിച്ചു. മനു സോഫി പോയിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് മനുവും പോയത്. അമ്മു പതിഞ്ഞ സ്വരത്തിൽ ആനന്ദിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കേട്ടതും വിശ്വസിക്കാനാവാതെ ആനന്ദ് തലയിൽ കൈവച്ചു. അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. അല്പം ധൈര്യം വീണ്ടെടുത്ത് സ്നേഹവായ്പയോട് ആനന്ദ് ചോദിച്ചു. ശാലിനി, എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൂടെ? എൻ്റെ മോൾക്കൊരു അമ്മയായിക്കൂടെ? അവൾ ഒത്തിരി ആഗ്രഹിച്ചു പോയി. എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും സന്തോഷങ്ങളിലും കൂടെ നിൽക്കാൻ ശാലിനി വരില്ലേ? ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ദുഃഖക്കടൽ അണപൊട്ടി ഒഴുകി. അമ്മുവും കുനിഞ്ഞിരുന്ന് നിശബ്ദയായി തേങ്ങി. ആനന്ദ് അടുത്തിയെന്ന് അമ്മുവിനെ ചേർത്ത് പിടിച്ചു. ഇത് കണ്ട് ലോലു അപ്പയെ തള്ളിമാറ്റി. അമ്മുവിൻ്റെ മടിയിൽ കയറിയിരുന്ന് അമ്മയ്ക്ക് ഉമ്മ കൊടുത്തു. വികാരനിർഭരമായ നിമിഷങ്ങൾ ആയിരുന്നു അവ. അതിനുശേഷം എന്തു പറയണമെന്നറിയാതെ അമ്മു വീടിന് പുറകിലുള്ള പൂന്തോട്ടത്തിലേക്ക് നോക്കി നിന്നു. ആനന്ദ് അടുത്തി എന്ന് ശാലിനി, നമുക്ക് രണ്ടുപേർക്കും ഒരേ ദുഃഖമായിരുന്നു എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. എൻ്റെ ദുഃഖം മാത്രമേ ഞാൻ ഇന്നുവരെ കണ്ടിരുന്നുള്ളൂ. ഇതുവരെ എൻ്റെ കണ്ണിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ജീവിതം ഒന്നിച്ചു തുഴയാം. ശാലിനി ഇത് സമ്മതിച്ചാൽ മോൾക്കും വലിയ ആശ്വാസമാകും. ശാലിനി ആലോചിച്ച് എങ്ങനെ വേണം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനെന്ന് പറഞ്ഞാൽ മതി. ഞാനെല്ലാം അതിനനുസരിച്ച് ചെയ്യാം. അമ്മു സ്വയം പലതും ആലോചിച്ചു നിന്നു. ആനന്ദ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. പെട്ടെന്ന് എടുത്തുചാടി തീരുമാനിക്കാവുന്നൊരു കാര്യമല്ലല്ലോ ഇത്. ഏതായാലും സമയം ഇത്രയും ആയില്ലേ. ഞാൻ 2 ദിവസത്തെ ലീവാണ് പറഞ്ഞത്. നാളെ കൂടി ലീവ് പറഞ്ഞാൽ മറ്റന്നാൾ എൻ്റെ ഓഫാണ്. അത് കഴിഞ്ഞ് ആശുപത്രിയിൽ പോയാൽ മതി എനിക്ക്. ഞാൻ സൂപ്രണ്ടിനെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യട്ടെ. ആനന്ദ് ശരി എന്ന മട്ടിൽ തലയാട്ടി. ആനന്ദിന് സത്യത്തിൽ ഉള്ളിൽ പ്രാർത്ഥന മാത്രമായിരുന്നു. നല്ലത് സംഭവിക്കണേ എന്നൊരൊറ്റ പ്രാർത്ഥന. ഒറ്റയ്ക്ക് തുഴയാൻ പെട്ടെന്ന് കെൽപ്പില്ലാതെ വന്ന അനാരോഗ്യ അവസ്ഥയിൽ വഞ്ചിക്കാരനൊരു വിശ്വസ്ത തുഴച്ചിൽക്കാരനെ അപ്രതീക്ഷിതമായി യാത്രക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ കിട്ടിയ സമാധാനം പോലെ ആനന്ദ് ആശ്വസിച്ചു. മരിച്ചുപോയ അമ്മയെ മനസ്സിലോർത്ത് കണ്ണടച്ചു നിന്നു. ആനന്ദ്, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. അമ്മുവിൻ്റെ ശബ്ദം കേട്ട് ആനന്ദ് തിരിഞ്ഞു നോക്കി. രണ്ടുപേരും ഡൈനിങ് ടേബിളിൻ്റെ മുഖാമുഖം ഇരുന്നു. ആനന്ദ് വൈകാരികമായ ഒരു നിമിഷത്തിൽ എടുക്കേണ്ട തീരുമാനമായി കണക്കാക്കേണ്ട കാര്യമല്ലിത്. നമ്മൾ ജീവിത പങ്കാളികളാകേണ്ടവരാണെന്ന് പൂർണ്ണ ബോധ്യം ആനന്ദിനുണ്ടോ? അത് ചിന്തിച്ച് ആദ്യം ഉറപ്പാക്കണം. അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ പലതും ആലോചിച്ചു, ചിന്തിച്ചു. എനിക്ക് ലോലുവിൻ്റെ അമ്മയാകാൻ പൂർണ്ണ സമ്മതമാണ്. എൻ്റെ സഹോദരനും ചേച്ചിമാരും ഉൾപ്പെടെ എല്ലാവരും എൻ്റെ കുടുംബത്തിലുള്ളവർ എൻ്റെ തീരുമാനം സന്തോഷത്തോടെ സ്വീകരിക്കും. അതെനിക്ക് ഉറപ്പാണ്. ഇനി ആനന്ദ് തീരുമാനിക്കൂ. ഇത് കേട്ടതും ആനന്ദ് 2 കൈയും തൊഴുതുകൊണ്ട് പറഞ്ഞു. ഇത്രയും പക്വതയും മനസാന്നിധ്യവും ആയി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശാലിനിയെ എനിക്ക് തുണയായി കിട്ടിയത് എൻ്റെ അമ്മയുടെ ആത്മാവിൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. സോഫി പോയപ്പോൾ തകർന്ന് തരിപ്പണമായ എനിക്ക് കരുത്തും താങ്ങും തണലുമായി വന്ന എൻ്റെ ഏറ്റവും സമാധാനമായ ഒരു മാലാഖയായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത്.
ഞാൻ എന്നും ശാലിനിയോട് കടപ്പെട്ടിരിക്കും. എൻ്റെ സ്വന്തം ദുഃഖം മനസ്സിലാക്കാനും ആ ദുഃഖം മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കാനും കാണിച്ച ഒരു നല്ല മനസ്സാണല്ലോ ശാലിനിക്കുള്ളത്. എനിക്ക് കൂട്ടായി കിട്ടുന്ന ശാലിനി എൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. എനിക്കാരുമില്ലെന്ന് ശാലിനിക്ക് അറിയാമല്ലോ. ലോലു വീട്ടിനകത്തുകൂടെ ബിൽഡിംഗ് ബ്ലോക്ക് കൊണ്ട് വലിയ കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കി കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അമ്മുവിൻ്റെ കൈപിടിച്ച് അവൾ അത് കാണിക്കാൻ വേണ്ട വ്യഗ്രത കാട്ടുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ഓടിപ്പോയതുപോലെ തോന്നി. ഹോസ്പിറ്റലിൽ ഇനിയും 6 മാസത്തെ ബോണ്ട് കൂടിയുണ്ട്. ലോലുവിനെ ഇവിടെ ഇട്ടേച്ചു പോയാൽ അവൾ വീണ്ടും ടെൻഷൻ അടിക്കും. എങ്ങനെ കാര്യങ്ങൾ പ്രശ്നമില്ലാതെ കൊണ്ടുപോകും? ആലോചിച്ചിട്ട് ഒരു അവസാനവുമില്ല. അമ്മു ആനന്ദിനോട് പറഞ്ഞു, ഈ 6 മാസം നമുക്കും ഒരു പരീക്ഷണഘട്ടമായിരിക്കട്ടെ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ മോളെയും കൊണ്ട് പോകാം. ജോലിക്ക് പോകുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ സൂപ്രണ്ടിനോട് ചോദിച്ച് സ്പെഷ്യൽ കെയറിലാക്കാൻ ശ്രമിക്കാം. ഇടയ്ക്ക് ആനന്ദ് അങ്ങോട്ടും ഞങ്ങൾ ഇങ്ങോട്ടും വന്നും പോയും ഇരിക്കാം. ബോണ്ട് കഴിയാറാകുമ്പോഴേക്കും നമുക്ക് മാരേജും ചെയ്യാം. ഇവിടെ അടുത്ത് വല്ല ജോലിയും തപ്പാം. ആനന്ദ് ആലോചിച്ചു കാര്യങ്ങൾ തീരുമാനിക്കൂ. ആനന്ദിനെല്ലാം സമ്മതമായിരുന്നു. അങ്ങനെ ലോലുവിനെയും ശാലിനിയെയും കൊണ്ട് ആനന്ദ് പിറ്റേ ദിവസം രാവിലെ ഫ്ലാറ്റിലേക്ക് പോയി. ലോലുവിൻ്റെ അത്യാവശ്യ സാധനങ്ങൾ എല്ലാം എടുത്തു. ലോലു തുള്ളിച്ചാടി അമ്മയുടെ കൂടെ ഇറങ്ങി. അവൾക്കൊന്നും മനസ്സിലാകില്ലല്ലോ. സൂപ്രണ്ടിനെ ഒന്ന് പോയി കാണാൻ തീരുമാനിച്ചു. ഫോൺ ചെയ്തപ്പോൾ അവർ സന്തോഷത്തോടെ ലൊക്കേഷൻ അയച്ചു തന്നു. എൻ്റെ വിവരണം ഇഷ്ടമായല്ലോ? ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.